തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5.5 ലക്ഷം മെട്രിക് ടൺ കരിങ്കല്ല് മോഷണം പോയി. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിഴിഞ്ഞം പോർട്ടിന് ഏകദേശം 16,000 കോടി രൂപ ചെലവിട്ട് 2028 പൂർത്തിയാക്കേണ്ടതാണ്. അവിടെ ആ പോർട്ടിൻ്റെ സൈഡിലെ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ അടുക്കിയിട്ടിരുന്നു. 5.5 ലക്ഷം മെട്രിക് ടണ്ണ് കല്ലാണ്, വലിയ കരിങ്കല്ല് ബ്ലോക്കുകളാണ് അവിടെ അടുക്കിയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കല്ല് പോലുമില്ല, അത് ഡിസപ്പിയർ ചെയ്തു. കഴിഞ്ഞ 3-4 മാസം കൊണ്ടാണ് ഇത് ഇവിടുന്ന് അടിച്ചു മാറ്റിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. 77 ലക്ഷം ടണ്ണ് കരിങ്കല്ല് നമുക്ക് അടിയന്തരമായിട്ട് വേണം. അതിലേകദേശം 50 ലക്ഷം ടൺ കരിങ്കല്ല് അത് അവിടുന്ന് പുറപ്പെടുന്ന റോഡിൻ്റെ ആവശ്യത്തിനും ഉപയോഗിക്കാനുള്ളതാണ്. എന്തായാലും 77 ലക്ഷം കരിങ്കല്ല് ആവശ്യമുള്ളത് ഇപ്പം പണി 3 മാസം കൊണ്ട് നിർത്തിവെക്കാൻ കാരണം എന്താണ് എന്ന് പോർട്ട് വകുപ്പിൻ്റെ ചാർജുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടാവണം. അവിടെ ഇപ്പം കല്ലില്ലാത്തതുകൊണ്ട് പണി മുന്നോട്ടുന്നില്ല. ഒരു പുതിയ സർക്കാർ വന്നപ്പം വിഴിഞ്ഞം പോർട്ട് എത്രയും പെട്ടെന്ന് പണി തീർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ 2028 ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ആ പണി പൂർത്തിയാക്കും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ 3-4 മാസമായിട്ട് അവിടെ വർക്ക് മുന്നോട്ട് പോകുന്നില്ല. കാരണം കരിങ്കല്ലില്ല. അപ്പം കരിങ്കല്ല് എന്തുകൊണ്ടാണ് അവിടെ സ്റ്റോർ ചെയ്യാത്തതെന്നൊക്കെ പറ്റിയുള്ള അന്വേഷണം മുഖ്യമന്ത്രി നടത്തി. അങ്ങനെയാണ് മനസ്സിലായത് അവിടെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ ഈ പണി മുടങ്ങാതിരിക്കാനുള്ള കരിങ്കല്ല് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കരിങ്കല്ല് കിട്ടാനുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മളെല്ലാം കേട്ടു. പക്ഷേ ഈ മോഷണക്കാർ തന്നെയാണ് ആ വാർത്ത പടച്ചുവിട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കരിങ്കല്ലില്ല. അപ്പം അവിടെ ഏകദേശം 5.5 ലക്ഷമുള്ള കരിങ്കല്ല് എങ്ങോട്ട് പോയി അതിനെപ്പറ്റി വിവരമില്ല. എന്തായാലും ഉത്തരവാദികളായ 5 ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി. അതിൽ അരുൺ മോഹൻ എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും കൂടിയാണ് കല്ല് മോഷ്ടിച്ചത് എന്ന് മുഖ്യമന്ത്രിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 5 പേരെയും പിരിച്ചുവിടുകയും ചെയ്തു. ഏത് സർക്കാർ ഉദ്യോഗസ്ഥരും PSC റിക്രൂട്ട് ചെയ്ത് വന്നാലും ശരി, ഇതുപോലെയുള്ള സർക്കാർ മുതലുകളും പബ്ലിക് ഫണ്ടുകളും മറ്റും അടിച്ചു മാറ്റുന്നവരെ പിരിച്ചു അവരെ ഒരു എൻക്വയറി നടത്തി കോടതിയിലൊക്കെ പോയി ഇറങ്ങി വരുമ്പം കാലാകാലങ്ങളാവും. അത് സർക്കാർ മാറും, അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്യാം, അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്ത് ഇനിയും ഇതിന് ശേഷവും റിട്ടയർ ചെയ്യാൻ ചിലപ്പം കാലാവധി ഉണ്ടായിരിക്കും. എന്തു വന്നാലും ശരി, ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പ്രാഥമികമായിട്ട് ഇവർക്ക് അതിനുള്ള അടിസ്ഥാനപരമായ എവിഡൻസുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പിരിച്ചുവിടുന്നതിന് ഒരു മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ ഒരു നിയമ തടസ്സവും ഭരണഘടനാപരമായി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്കത് ചെയ്യാം. അതുകൊണ്ട് ഒരു ദയാദാക്ഷിണ്യം ഇതിനകത്ത് കാണിക്കാൻ പാടില്ല. അവരെ പിരിച്ചുവിട്ടത് നല്ല കാര്യം. ഏതായാലും ഇതുപോലെയുള്ള ധൈര്യസമേതമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഏതായാലും മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇതുവരെ ഗവൺമെൻറ് വന്ന ശേഷം ഇതുപോലെയുള്ള അഴിമതിക്ക് നടപടി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പിരിച്ചുവിടുന്നത് കണ്ടിട്ടില്ല. കറപ്റ്റഡായിട്ട് ആൾക്കാരെയും അതുപോലെ ഇതുപോലെ അഴിമതി കാണിക്കുന്നതും സർക്കാർ പ്രോപ്പർട്ടിയും പൊതുജന പ്രോപ്പർട്ടിയും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവന്മാർക്ക് പിരിച്ചുവിടാനുള്ള പ്രൊവിഷൻ ഭരണഘടനയിൽ കിടപ്പുണ്ട്. അത് പ്രയോഗിച്ചിരിക്കുന്നു, നല്ല കാര്യം. അതുകൊണ്ട് ഈ പോയ കല്ലുകളെ പറ്റി കണ്ടെത്തണം. ഇത് എങ്ങോട്ട് പോയി അവർ പറയട്ടെ. 5 പേര് ഉത്തരവാദികളായോ ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു വിജിലൻസ് എൻക്വയറിയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എൻക്വയറിയോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിൻ്റെ എൻക്വയറിയോ ഉത്തരവിടും എന്ന് ഞാൻ കരുതുന്നു. അന്വേഷണം നടക്കട്ടെ. കല്ലുകൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കൂടെ ഡിസപ്പിയർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ കൂട്ടിയിട്ടിരുന്ന കല്ലുകൾ ഏകദേശം 1-2 കിലോമീറ്റർ നീളത്തിലായിരിക്കണം അത് കൂട്ടിയിട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും കല്ലുകൾ എങ്ങനെയാണ് അടിച്ചു മാറ്റുന്നത് എന്നും മനസ്സിലാകുന്നില്ല. അത് കൺകെട്ട് വിദ്യ തന്നെയായിട്ടാണ് തോന്നുന്നത്. അത് ഏതായാലും നന്നായി, ഇവരെ പിരിച്ചുവിട്ടത് നന്നായി. അടിയന്തരമായിട്ട് അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തിയ കല്ല് എങ്ങോട്ട് പോയി, കടലിൽ താത്തോ അതോ വിറ്റോ, എന്തായാലും ഒരു മറിമായ അവിടെ നടന്നിരിക്കുന്നു. അതേപ്പറ്റി അന്വേഷണം വേണം അടിയന്തരമായിട്ട്. അവരെ പിരിച്ചുവിട്ടതിൽ അവർ കോടതി പോയി സ്റ്റേ ചെയ്യുകയോ എന്തുകൊണ്ട് ചെയ്യട്ടെ. പക്ഷേ ഭരണഘടനാപരമായി ഇതുപോലുള്ള അഴിമതി കാണിച്ചിട്ട് അവരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ കോടതി അവരോട് ഒത്താശ ചെയ്യില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ രീതിയിൽ പോയോണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല. അടിയന്തരമായി കല്ല് എവിടെ ഉണ്ടെന്ന് ഒന്ന് വെളിപ്പെടുത്ത്, അത് എങ്ങനെ വിറ്റു, ആരൊക്കെയാണ് അത് കൊണ്ടുപോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ
ഇവരെ ചോദ്യം ചെയ്ത്, അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്ത് അവരുടെ റോൾ എന്താണ്, എങ്ങോട്ട് പോയി കല്ല് എന്ന് അവർ പറയട്ടെ. അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇനി താമസിയാതെ ഗവൺമെൻറ് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.